തിരുവനന്തപുരത്ത് മാല മോഷ്ടിച്ചയാളെ കടലിൽ ചാടി പിടികൂടി പോലീസ്. കഠിനംകുളം സ്വദേശി സുഹൈലിനെയാണ് സാഹസികമായി പിടികൂടിയത്. സിജോ തുടരുന്നുണ്ട്. സിജോ, ഈ വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? കഠിനംകുളം സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. ഇയാൾ ഈ മാല പൊട്ടിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചുകൊണ്ട് കടലിലേക്ക് ചാടുകയാണ് ചെയ്തത്. ഇയാൾക്ക് തന്നെ കഠിനംകുളം പോലീസ് മറ്റൊരു കേസിൽ പിടികൂടാൻ എത്തിയതാണ്. ഒരു കത്തി കാണിച്ച് ഒരു ഷോപ്പിൽ കയറി 5000 രൂപ മോഷ്ടിച്ചു തട്ടിയെടുത്തു എന്ന കേസിലാണ് ഇയാളെ അന്വേഷിച്ച് പോലീസ് എത്തുന്നത്. ആ സമയത്താണ് ഇയാൾ പോലീസിനെ കണ്ട് ഓടുകയും ചെയ്യുന്നത്. ഇത് ഓടി കയറി ഒരു വീട്ടിലേക്കാണ് കയറുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മാല വലിച്ചു പൊട്ടിച്ചുകൊണ്ടാണ് അയാൾ കടലിലേക്ക് ചാടുന്നത്. ഏറെ ദൂരം ഉള്ളിലോട്ട് പോയില്ല. ഈ കടൽ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. പോലീസുകാർക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. തുടർന്ന് കോസ്റ്റൽ പോലീസും കഠിനംകുളം പോലീസും നാട്ടുകാരും ചേർന്നാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. ഇയാൾക്കെതിരെ നിരവധി കേസുകൾ നേരത്തെയുണ്ട്. കാപ്പ കേസ് പ്രതിയാണ്. അതോടൊപ്പം തന്നെ മോഷണ കേസ്, ചെറിയൻകീഴ് മോഷണ കേസ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിലവിലുള്ള കഠിനംകുളം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ 7 കേസുകളുണ്ട്. ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇയാൾക്കെതിരെ നേരത്തെ പരാതി കൊടുക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. എന്തായാലും വളരെ സാഹസികമായാണ് കടലിലിറങ്ങി മാലമോഷണ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി സിജോ.